കോട്ടയം നഗരത്തിൻ്റെ പ്രാന്തപ്രദേശമായ കൊല്ലാട് എന്ന പ്രദേശത്തു നിന്നും ഗസ്റ്റ് ഹൗസ് റോഡിലേക്കുള്ള പാതയുടെ ഇരുവശത്തും നെൽവയലുകളും ആമ്പൽപ്പാടങ്ങളും അതിരിട്ട് നിൽക്കുന്ന കൊടൂരാറിൻ്റെ തീരത്തുകൂടിയാണ് ഞങ്ങളുടെ ഈ സഞ്ചാരം ആരംഭിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ആളിനെ പിടിയിട്ടില്ലല്ലോ. അനീഷേട്ടനെ കാണാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അനീഷേട്ട എല്ലാവരും ശബ്ദം അനുകരിക്കുന്നുണ്ട്. ഈ അടുത്ത് തന്നെ അനീഷേട്ടൻ്റെ ശബ്ദം അനുകരിച്ച ഒരു സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരാളുടെ അലക്സ്, പുള്ളിയുടെ സ്ഥാനം വരുന്ന സമയത്തും അലക്സേട്ടൻ പുള്ളിയെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. സന്തോഷ് ജോർജ് അങ്ങനെ പുള്ളിയെ വിളിച്ചിട്ട് സംസാരിച്ചു, നേരിൽ കാണുകയൊക്കെ ചെയ്തിരുന്നു. ഇത്തരത്തിൽ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ വരുന്ന വഴിക്ക് അനീഷേട്ടനെ കാണാൻ വരികയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു, ഇത് സഞ്ചാരത്തിന് ശബ്ദം കൊടുക്കുന്ന അനീഷേട്ടനെ കാണാനാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു സ്റ്റൈലാണ്. പലപ്പോഴും ഞങ്ങൾ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ തമ്മിൽ പരസ്പരം കളിയാക്കാനൊക്കെ ക്യാമറ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് നമ്മളിത് പറയും നറേറ്റീവായിട്ട്. ഇത് കാണുമ്പോൾ എന്താ തോന്നുക? അത് എന്നെപ്പോലെയുള്ള ആളുകൾക്ക് അതൊരു അംഗീകാരമായി തന്നെ ഞാൻ കാണുന്നത്. കാരണം എൻ്റെ ആ സൗണ്ട്, ആ ശബ്ദം അനുകരിക്കുവാൻ പല മേഖലയിലുള്ള ആളുകൾ ശ്രമിക്കുന്നു എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയല്ലേ. ഇത് ശരിക്കും ഏഷ്യാനെറ്റിലെ സഞ്ചാരം പോകുന്നത് എത്ര വർഷമായി? ഏഷ്യാനെറ്റിലെ സഞ്ചാരം ശരിക്കും ഒരു 17 വർഷങ്ങൾക്ക് മുൻപാണ്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 17 വർഷമായിട്ട് നമ്മൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തുടരുകയാണ് ഈ സഞ്ചാരം എന്നുള്ളതാണ്. വേറെ എന്താ ജോലി ചെയ്യണത്? ഇത് തന്നെയാണോ? ഇപ്പം ഇതാണ് ജോലി. ബൈ പ്രൊഫഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഫാർമസിയാണ്. പക്ഷേ ഫാർമസി പഠിച്ചിട്ട് ഞാൻ ഇതുവരെ ഒരു ദിവസം പോലും ജോലി ചെയ്തിട്ടില്ല. അത് പറ്റിയിട്ടില്ല. പഠിച്ച ജോലി ഇന്നേവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പഠിക്കാത്ത ജോലി നന്നായി ചെയ്യും. ഈ സഞ്ചാരത്തിന്റെ ആദ്യ എപ്പിസോഡുകൾ പോകുന്ന സമയത്ത് ഇത്തരം ഒരു നറേറ്റീവ് സ്റ്റൈൽ, ഇപ്പം ചേട്ടൻ്റെ ഒരു നറേറ്റീവ് സ്റ്റൈൽ ഇതിലേക്ക് മാറി വന്നത് ആദ്യത്തെ എപ്പിസോഡുകളിലും ഇങ്ങനെ തന്നെയായിരുന്നു ഒരു സ്റ്റൈല്? സഞ്ചാരം ഒരു പ്രത്യേക മൂഡിലേക്കാണ് കൊണ്ടുവന്നത്. അതിൻ്റെ പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ സന്തോഷ് സാറിൻ്റെ നിർദ്ദേശങ്ങളാണ്. സന്തോഷ് സാറും ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന രതീഷും. ആദ്യകാലങ്ങളിൽ സന്തോഷ് സാറിൻ്റെ ഡയറക്റ്റ് ആയിരുന്നു. ഞങ്ങൾ ഈ റെക്കോർഡിങ്ങിനൊക്കെ സാറ് തന്നെയായിരുന്നു സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞിരുന്ന ഒരു കാര്യം, അനീഷ് പറഞ്ഞു, ഞാൻ സ്ക്രിപ്റ്റ് തന്നു, പക്ഷേ എനിക്ക് വേണ്ടത് ഞാൻ കാണുന്നത് പോലെ ഇത് ജനങ്ങളിലെത്തിക്കണം. അപ്പം ഞാൻ എന്ത് കാണുന്നു എന്നുള്ളതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അല്ലാതെ ഞാൻ പോകുന്ന വഴിക്ക് ലൈവാണ്, ക്യാമറ തുറന്നു വെച്ചിരിക്കുകയാണ്. സാർ ഒരിടത്ത് പോയിട്ടും ഇന്ന ഷോട്ട്സ് എടുക്കാൻ വേണ്ടി പോയിട്ടില്ല ഒരിക്കലും. സാറിൻ്റെ യാത്രയിൽ സാറിൻ്റെ ക്യാമറയിലേക്ക് വന്ന് കയറുന്ന ആ ദൃശ്യങ്ങൾ, അത് പറയുന്നത്, സാറ് പറഞ്ഞത് ഞാൻ കാണുന്നത്, രജനീഷ് കാണുന്നത് പോലെ പറയുക. അപ്പോൾ അതാണ് സഞ്ചാരത്തെ കൂടുതൽ ജനപ്രിയമാക്കിയതും സഞ്ചാരത്തിലേക്ക് പ്രേക്ഷകരെ ആകർഷിച്ചതും ആ ഒരു ഘടകമായിട്ടാണ്. മറ്റുള്ളത് ഇങ്ങനെ സീൻസ് അങ്ങ് വർണ്ണിച്ച് പോകും.